അതെ, ഇന്ന് നമുക്ക് ചാമ്പങ്ങ കൊണ്ടൊരു ജാം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കിലോ ചാമ്പങ്ങ എടുത്ത് അകത്തെ കുരുവും ഒക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതൊരു പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനകത്തോട്ട് നമുക്ക് ഒരു 2 പട്ടയും 2 ഗ്രാമ്പൂവും ഒക്കെ കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പം നമ്മുടെ ആ വെള്ളത്തിന് ചാമ്പങ്ങയ്ക്കകത്തുള്ള ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റുകളൊന്ന് കുറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ തൊടിയിലൂടെയൊക്കെ വെറുതെ ഇത് കളയുമല്ലേ ഈ ചാമ്പങ്ങ, പക്ഷേ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം തോറ്റു പോകും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒത്തിരി മധുരം വേണ്ടാത്തതുകൊണ്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇച്ചിരി മാറിയൊക്കെ നിന്ന് വേണം ഇളക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ ഒരു അരമുറി നാരങ്ങയുടെ നീര്, ഏകദേശം ഒരു 3/4 സ്പൂണോളം വരും, അത്രയും നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചാമ്പങ്ങയുടെ ആ ചെറിയൊരു പുളി, നാരങ്ങയുടെ ഒരു പുളി രസമൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെ നമ്മുടെ ആ കറക്റ്റ് ആ പാകത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതേ നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മുടെ ജാം ഒരു പരുവാകുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗ ഒരു പരുവായിട്ടുണ്ട്, അതുപോലെ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പാകമായോ എന്ന് നോക്കണമെങ്കിൽ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ആ പ്ലേറ്റിനകത്തോട്ട് ഒരു ശകലം ജാം ഒന്ന് ഇട്ട് നോക്കണം. അപ്പോൾ ആ ജാം ഇങ്ങനെ തന്നെ താഴോട്ട് പോരുവാണെങ്കിൽ നമുക്കത് പാകമായില്ല. ആ ജാം അവത്തെ തന്നെ നിൽക്കുന്ന പരുവത്തിലാണെങ്കിൽ ഇത് കറക്റ്റായി നമുക്ക് ഇതാക്കാം. അപ്പോൾ നമ്മുടെ ജാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് വാങ്ങി മാറ്റി വെക്കാവേ. അതെ, അങ്ങനെ ഞാൻ ജാമൊക്കെ മാറ്റി വെച്ച് തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 1-2 പേർക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുത്തു, ബാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ബ്രെഡ് അതിലൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാനും ആദ്യമായിട്ടാണ് ഈ ജാം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അപ്പം ഞാനിത് ഒരു ബ്രെഡിലൊന്ന് തൂത്ത് ഒന്ന് കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാവേ. നമ്മുടെ നല്ല മിക്സഡ് ഫ്രൂട്ട് ജാം പോലെ ഇരിക്കും, നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ഈ തൊടിയിലും പറമ്പിലും ഒക്കെ എന്തേലും ഇത് വെറുതെ പോകുന്നു. അപ്പോൾ ഈ ഒരു അവധിക്കാലത്ത് പിള്ളേർക്ക് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ കെമിക്കലില്ലാതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.